പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത്, ഈ ദിവസങ്ങളിൽ നമ്മൾ എന്തു ചെയ്യണമെന്നാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നതെന്നറിയാവോ? പരിശുദ്ധ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എങ്ങനെയാണോ ഇപ്രകാരം വലിയ വിശുദ്ധിയിലേക്ക് എത്തിയത്, അതുപോലെ നിങ്ങളും എത്തിച്ചേരണം. പരിശുദ്ധ അമ്മ നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ വളരെ സാധാരണക്കാരിയായിരുന്നു. സാധാരണക്കാരിയായ പരിശുദ്ധ മറിയം എങ്ങനെയാണ് അസാധാരണമായ കാര്യങ്ങൾ കാണാനും കേൾക്കാനും കഴിവുള്ളവളായി മാറിയത്? പറയൂ, എങ്ങനെയാണ്? വളരെ സാധാരണക്കാരിയായിരുന്ന മറിയം എങ്ങനെയാണ് പരിശുദ്ധ മറിയമായി മാറിയത്? എങ്ങനെയാണ് ഈ വലിയ കാര്യങ്ങൾ കാണാനും കേൾക്കാനും കഴിവുള്ളവളായി മാറിയത്? എങ്ങനെ പറ. പരിശുദ്ധ മറിയത്തിൽ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ചു. അതായത് പരിശുദ്ധ മറിയത്തിന്റെ ആത്മീയതയുടെ രഹസ്യം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ചോദിക്കേണ്ടതും എന്തിനു വേണ്ടി എന്നറിയോ? ഈ പരിശുദ്ധ അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്ന ആത്മീയതയുടെ ആ രഹസ്യത്തെ നമുക്കും സ്വന്തമാക്കണം.